നമസ്കാരം. സംസ്ഥാനത്തെ പോലീസ് സേനയുടെ തലപ്പത്ത് DGP സ്ഥാനത്തിനായി നടക്കുന്ന കടുത്ത മത്സരങ്ങളെയും ഉദ്യോഗസ്ഥർക്കിടയിലെ തമ്മിലടിയെയും കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാകുന്നു. അടുത്ത വർഷം നിലവിലെ DGP രവട ചന്ദ്രശേഖർ വിരമിക്കും. കഴിഞ്ഞ വർഷമാണ് പോലീസ് മേധാവിയായി രവട എത്തിയത്. 60 വയസ്സായെങ്കിലും ഒരു കൊല്ലം കൂടി കാലാവധി നീട്ടിക്കൊടുത്തു. ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കങ്ങൾ. കേരളത്തിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന സൂചനകൾ ശക്തമായതോടെ പോലീസ് സേനയുടെ തലപ്പത്തും വലിയ അഴിച്ചുപണികൾക്ക് സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. പുതിയ സർക്കാരിനൊപ്പം ചേർന്ന് ഉന്നത പദവികൾ ഉറപ്പിക്കാൻ IPS ഉദ്യോഗസ്ഥർക്കിടയിൽ വൻ നീക്കങ്ങളാണ് നടക്കുന്നത്. നിലവിലെ DGP രവട ചന്ദ്രശേഖറിന് പിണറായി സർക്കാർ 1 വർഷം കൂടി കാലാവധി നീട്ടി നൽകിയിരുന്നു. എന്നാൽ പുതിയ സർക്കാർ അധികാരമേറ്റാൽ ഈ കാലാവധി പൂർത്തിയാക്കാൻ കാത്തുനിൽക്കാതെ പുതിയ DGPയെ നിയമിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ വിലയിരുത്തുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനം DGP നിയമന മാനദണ്ഡമാണ്. സീനിയോറിറ്റിയുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടിക UPSCക്ക് നൽകുകയും അതിൽ നിന്ന് വരുന്നത് 3 പേരുടെ ലിസ്റ്റിൽ നിന്നും ഒരാളെ സർക്കാരിന് തിരഞ്ഞെടുക്കുകയും ചെയ്യാമെന്നതാണ് നിയമനത്തിന്റെ മാനദണ്ഡം. ഇതിനായി സീനിയർ ഉദ്യോഗസ്ഥർ ചരടുവലികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. തനിക്ക് പദവി ലഭിക്കില്ലെന്ന് ഉറപ്പുള്ളവർ മറ്റുള്ളവർക്ക് ആ പദവി ലഭിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന വെട്ടൽ രാഷ്ട്രീയമാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത്. ഇതിനായി പഴയ കേസുകൾ പൊടിതട്ടിയെടുക്കലും കള്ളപ്പരാതികൾ നൽകലും സജീവമായി മാറി. യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, MR അജിത് കുമാർ, S ശ്രീജിത്ത് എന്നിവരാണ് നിലവിൽ സീനിയോറിറ്റിയിൽ മുൻപന്തിയിലുള്ള 4 ഉദ്യോഗസ്ഥർ. ഇതിൽ യോഗേഷ് ഗുപ്തയ്ക്കാണ് ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി ഉള്ളത്. എന്നാൽ കേന്ദ്ര സർക്കാരിൽ എംപാനൽ ചെയ്ത DGPയാണ് യോഗേഷ് ഗുപ്ത. CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയവയിൽ യോഗേഷ് മേധാവിയാകും. അതിനാൽ കേരളത്തിലെ പോലീസ് മേധാവിയാകാൻ സാധ്യത നന്നേ കുറവാണ്. ഇതിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്ന അജിത് കുമാറിന് നിലവിൽ DGP പദവി ലഭിക്കാൻ സാധ്യത കുറവാണ്. പ്രതിപക്ഷത്തിന് അദ്ദേഹം അനഭിമതനായതിനാൽ ഭരണമാറ്റമുണ്ടായാൽ അദ്ദേഹം തഴയപ്പെട്ടേക്കാം. സീനിയോറിറ്റിയിൽ രണ്ടാമനായ മനോജ് എബ്രഹാം DGP പദവിയിൽ എത്തിയാൽ 2031 വരെ കാലാവധി ഉണ്ടാകും. ഇത് തടയാനായി പഴയ കേസുകൾ വീണ്ടും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനും ചിലർ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. DGP S ശ്രീജിത്തിനെതിരായ പുതിയ വിവാദങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് വസ്തുത. ഇതും പോലീസ് മേധാവിയാക്കാതിരിക്കാനുള്ള നീക്കമാണ്. ശ്രീജിത്ത് ഔദ്യോഗിക യൂണിഫോമിൽ ദുബായിൽ പോയി ഒരു സ്പാ ഉദ്ഘാടനം ചെയ്ത തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരണം നടന്നിരുന്നു. എന്നാൽ ഇത് വ്യാജമാണെന്നും അദ്ദേഹം സന്ദർശിച്ചത് ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രമായിരുന്നുവെന്നും വ്യക്തമാണ്. അതേസമയം ഉദ്ഘാടന ചടങ്ങിൽ ശ്രീജിത്ത് പങ്കെടുത്തത് സിവിൽ വേഷത്തിലായിരുന്നു എന്നതാണ് വിവാദം. എന്നാൽ ഏതോ പഴയ യൂണിഫോം ഫോട്ടോ ഉപയോഗിച്ച് അദ്ദേഹം നിയമലംഘനം നടത്തിയെന്ന് വരുത്തി തീർക്കാനാണ് ഗൂഢാലോചന നടക്കുന്നത്. ഇതിനെതിരെയും പരാതികളുണ്ട്. വിദേശയാത്രയ്ക്ക് ഇപ്പോൾ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും സർക്കാരിനെ അറിയിച്ചാൽ മതിയെന്നുമുള്ള ചട്ടങ്ങൾ നിലവിലുണ്ട്. ശ്രീജിത്ത് കൃത്യമായ അറിയിപ്പ് നൽകിയാണ് യാത്ര ചെയ്തതെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച യൂട്യൂബർക്കെതിരെ ആയുർവേദ സെന്ററിലെ ജീവനക്കാർ നൽകിയ പരാതിയിൽ 7 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജീവനക്കാരുടെ വ്യക്തിജീവിതത്തെ വാർത്ത ദോഷകരമായി ബാധിച്ചതിനെ തുടർന്നാണിത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന ജിബിൻ എടമണ്ണയെ അഴിമതിയുടെയും പീഡന പരാതിയുടെയും പേരിൽ ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇയാൾ ഹൈക്കോടതി നൽകിയ ഹർജിയും ഈ വിവാദങ്ങൾക്ക് പിന്നിലുണ്ട്. ചട്ടലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഈ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ചട്ടലംഘനമൊന്നും ഇതിൽ ഇല്ല എന്നതാണ് വസ്തുത. ശ്രീജിത്തിന്റെ പ്രൊമോഷൻ തടയാൻ കരുതിക്കുട്ടി ചെയ്ത നീക്കമാണെന്നും വ്യക്തം. പോലീസ് തലപ്പത്തെ ഈ ആഭ്യന്തര കലഹം സേനയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന നിലയിലാണ് നിലവിലുള്ളത്.